ഇന്ന് സംസ്ഥാന കലോത്സവത്തിന്റെ 4ാം ദിവസമാണ്. നമ്മുടെ കൂടെ ഉള്ളത് മിമിക്രിയില് 4 കൊല്ലവും കണ്ടിന്യൂസ് ആയിട്ട് എ ഗ്രേഡ് മേടിച്ച തേജാലക്ഷ്മിയാണ്. അവൾ ഇന്ന് മോണാക്ടിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ നമ്മൾക്ക് എ ഗ്രേഡ് കിട്ടി. എങ്ങനെയാണ് ഇതിൽക്കൊക്കെ എത്തിപ്പെട്ടതെന്ന് പറയൂ. ഞാൻ എത്തിപ്പെട്ടത് അച്ഛൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അച്ഛനിലൂടെയാണ് ഞാൻ മിമിക്രി പഠിച്ചത്. പിന്നെ ആക്ടിങ് ആണെങ്കിലും മോണാക്ടൊക്കെ ആണെങ്കിലും അച്ഛൻ അമ്മ ഡാൻസ് ടീച്ചറാണ്. ഇതിലൂടെയൊക്കെയാണ് ഞാൻ എത്തിയത്. അങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് നല്ല സന്തോഷം. അപ്പൊ തേജലക്ഷ്മി പറയുന്നത് അവളുടെ അമ്മയും അച്ഛനുമാണ് അവളെ ഇതിലേക്ക് എത്തിച്ചതെന്നാണ്. ഇന്ന് അവളുടെ കൂടെ വന്നിട്ടുള്ളത് അമ്മയാണ്. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാം എങ്ങനെയാണ് മോളുടെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. മോളുടെ ഈ ഒരു ഇതിനെ കണ്ടുപിടിച്ചതും എങ്ങനെയാണ് ഇതിലേക്ക് അമ്മ മോളായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതും എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നല്ല മോളെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് പണ്ടേ ഈ ഡാൻസ്, പാട്ട്, മിമിക്രി എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ അച്ഛൻ തന്നെ മിമിക്രി പഠിപ്പിക്കുമ്പോഴാണെങ്കിലും കൂടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും പോയി നിന്ന് എല്ലാം കേട്ട് പഠിക്കും, എന്നിട്ട് ചെയ്യും. പിന്നെ അഭിനയം ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ എല്ലാം ഇങ്ങനെ ചെയ്തോളൂനും. അപ്പം അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പം മത്സരത്തിനൊക്കെ പങ്കെടുപ്പിച്ചപ്പോൾ ഒക്കെ എല്ലാം അവർക്ക് പറ്റും തോന്നിയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം മോണാക്ട് ആയിട്ട് വന്ന് പിന്നെ 4 വർഷമായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്. അത് അവൾ അച്ഛൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സത്യമാഷാണ് മോണാക്ട് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് കബനീച്ചയാണ്, കോഴിക്കോടുള്ള കബനീച്ച പഠിപ്പിച്ചത്. ഇപ്രാവശ്യം സത്യമാഷ്. പിന്നെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഞങ്ങൾക്ക് വീടില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ല. അപ്പം വാടകയ്ക്ക് ഇവള് ജനിച്ച കാലം മുതലേ ഞങ്ങൾ വാടകയ്ക്കാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ സ്കൂളുകാർക്ക് അറിയാം. ചിത്ര ടീച്ചറാണ്, ടീച്ചർക്ക് എല്ലാ കാര്യവും അറിയാം. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് എല്ലാ കാര്യം പറയാം. അങ്ങനെ PTA എല്ലാവരും കൂടെ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലവും 5 സെന്റ് സ്ഥലം ഇവിടെ പേരിൽ കൊടുത്ത് അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവക്ക് മാത്രമല്ല, സ്കൂളിൽ വേറെ 2 കുട്ടികൾക്ക് 2 വീട്, അങ്ങനെ മൊത്തം 3 കുട്ടികൾക്ക് സ്കൂളുകാർ കൊടുത്തിട്ടുണ്ട്. വേറെ ഏതാ സ്കൂൾ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിനി എത്ര തലകുത്തറ നിന്നാലും ഞങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഞങ്ങളൊന്നും ഇതാക്കാണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാല് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പൊ. അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വരും. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാണ് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂളിലുള്ള എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാനിപ്പോ 4ാമത്തെ വർഷമാണ് ഇപ്പം സ്റ്റേറ്റിൽ വരുന്നത്. ഇപ്പൊ ഹൈസ്കൂളിലാണ്. 4ാമത്തെ വർഷം വരാനുള്ള കാരണം 9th 2 പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. വെറുതെ ഇരുന്നല്ല, ഞാൻ ഒരു 3 മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൂവി അടുത്തടുത്തായിരുന്നു ഷൂട്ടൊക്കെ. അപ്പൊ കുറെ ക്ലാസ് മിസ്സാവുന്നതുകൊണ്ട് ഞാൻ 9th ഒന്നുകൂടെ ഇരുന്നാണ്. എക്സാം എഴുതിയിട്ടില്ല. 2 റിലീസായി. 1ന്റെ ഷൂട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത മൂവിയാണ് പ്രജാകോർട്ട്. അതിപ്പോഴും ഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2ാമത് ചെയ്താണ് ഹത്തനയുദയ. അത് റിലീസായി. അതിൽ നായികയുടെ കുട്ടിക്കാലായിട്ട് ഒരു സോങ് കട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. 3ാമത് ചെയ്തത് ചാവല്യാണായിരുന്നു. അതിൽ പ്രേക്ഷകർ എടുത്ത് നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മൂവിയാന്ന് എല്ലാവരും പറഞ്ഞു. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. പ്രളയത്താൽ പല ജില്ലകളും ഒറ്റപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ജീവരക്ഷയ്ക്കായി കരഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. രക്ഷിക്കണം സാറേ, രക്ഷിക്കണം, ഞങ്ങൾ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണം സാറേ. നമ്മുടെ കൂടെ ഉള്ളത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ HSC വിഭാഗം മോണാക്ടില് എ ഗ്രേഡ് നേടിയ ജുവൽ എലിസബത്ത് അലക്സയാണ് ഉള്ളത്. എന്താണ് വിശേഷം നമുക്ക് അവളോട് ചോദിക്കാം. ഞാൻ 6ാം ക്ലാസ് തൊട്ടാണ് മോണാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ സ്കൂളിൽ നിന്ന് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം 6ലും 7ലും 8ലും 9ലും എനിക്ക് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി. അപ്പം 8 തൊട്ട് ഞാനിപ്പം സ്റ്റേറ്റിൽ വരാറുണ്ട്. എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം എ ഗ്രേഡ് കിട്ടി. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ടീച്ചർമാരും ഒക്കെയാണ്. പിന്നെ എന്നെ മോണാക്ട് പഠിപ്പിക്കുന്ന സാറാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാറാണ് സ്ക്രിപ്റ്റ് എല്ലാം എഴുതി തരുന്നതും എന്നെ പഠിപ്പിക്കുന്നതും എല്ലാം. സാറിൻ്റെ പേര് JK പഞ്ഞാങ്കുഴി ആശാൻ എന്നാണ്. കട്ടപ്പനയെ പഠിപ്പിക്കുന്ന നല്ലൊരു സാറാണ്.
ഇപ്പം സാറാണ് എല്ലാ കാര്യങ്ങളും എന്നെ പ്രധാനമായിട്ട് മോണോ ആക്ട് എന്നെ പഠിപ്പിച്ചു തന്നത്. അപ്പം എൻ്റെ ചേച്ചിയുടെ മോണോ ആക്ട് ചെയ്താണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഇവിടം വരെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ജുവലിന്റെ മോണാക്ട് ഒന്ന് കാണാം. ആനയാണോ കേറിയത് അതോ ആടാണോ കേറിയത്? അല്ല, നിങ്ങൾ ഈ കൂരയുടെ മൂലയ്ക്കൊക്കെ ആണിയടിച്ച് വെച്ച് കഴിഞ്ഞാ ആന വന്ന് പിടിക്കുമ്പോ ആനയുടെ തുണ്ടിക്കൈ മുറിയൂലേ? അമ്മേ അമ്മേ, ഇന്നലെ പൊരയില് കിടന്നുറങ്ങിയപ്പോ അട്ട കടിച്ചു. ഈ അട്ടേനെ ഒന്ന് കൊന്നു കളയാൻ പറ്റൂ? അട്ടേനെ കൊല്ലാൻ പാടില്ല. അട്ട നമ്മുടെ പ്രകൃതിയുടെ സമ്പത്താണ്. അല്ല, നിങ്ങൾ ഈ പൊരയൊക്കെ പ്ലാസ്റ്റിക് ടാർപോണ് വെച്ച് കെട്ടിക്കഴിഞ്ഞാ ആന വന്ന് വലിച്ചു പറിച്ചു നിന്ന് കഴിഞ്ഞാൽ ആനയ്ക്ക് ദഹനക്കേടുണ്ടാവൂലേ? ആദിവാസികളുടെ ഉന്നമനത്തിനായി സർക്കാർ 112 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് അതൊന്നും എനിക്കറിയത്തില്ല, അത് ചോദിക്കില്ല. അപ്പോ മോൾക്ക് ഇപ്പൊ 2ാം തവണയാണല്ലോ എ ഗ്രേഡ് കിട്ടുന്നത്. അപ്പൊ അവളെ എങ്ങനെയാണ് അവൾക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞതും എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം നിങ്ങൾ കണ്ടെത്തിയത്? LKG മുതൽ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കും. ആദ്യമൊക്കെ ഡാൻസ് ആയിരുന്നു, പിന്നീട് മോണോ ആക്ട്, ചിത്രരചന, കാർട്ടൂണ്, പിന്നെ മാർഗംകളി, അങ്ങനെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 2 മൂവി ചെയ്തിട്ടുണ്ട്, ആൽബങ്ങളുണ്ട്, പരസ്യത്തിൽ മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. മൂവി ഗണേഷ് രാജ് സാറിന്റെ പൂക്കാലം എന്ന് പറഞ്ഞ മൂവി, അതിനകത്ത് ജോണി ആന്റണി സാറിന്റെ മോളായിട്ട് അഭിനയിച്ചു. പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്വർഗം എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം 2 ആൽബം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ തൊട്ട് ഇങ്ങനെ ഓരോ അഭിനയ കാര്യങ്ങളിലൊക്കെ എല്ലാം മിടിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഇതിന് വന്ന് ചെയ്തു പോകുന്നു. കലോത്സവ മാമാങ്കത്തിൽ ഇന്ന് നമുക്ക് കിട്ടിയത് 2 മോണാക്ട് വിദ്യാർത്ഥികളെയാണ്. യാദൃശ്യം എന്ന് പറയട്ടെ, 2 പേരും ഓരോ പടങ്ങളിൽ വ്യത്യസ്ത പടങ്ങളിൽ അഭിനയിച്ച ഒരു 2 ആക്ടേഴ്സും കൂടിയായിരുന്നു. എന്തായാലും നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. 64ാമത് കേരള സ്കൂൾ കലോത്സവം ട്രൂ വിഷൻ ന്യൂസ് കലയുടെ കുടമാറ്റം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, കോ ബ്രാൻഡഡ് ബൈ ടാറ്റ പവർ സോളാർ റൂഫ്, സ്പോൺസർഡ് ബൈ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ, മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ, സിൽക്ക് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള, BLM ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ഭാഗ്യക്കുറി,